മിക്കവാറും ഞാൻ അവിടെ തലകറങ്ങി വീഴും. തലകറങ്ങി വീഴുന്നു? ഇത് തക്കുടൂന്റെ പ്രായ അങ്ങനെ തലകറങ്ങി വീഴാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇതങ്ങോട്ട് പറഞ്ഞു എന്നെ കൊണ്ട് പറ്റൂല. പറ്റാതിരുന്നാൽ അങ്ങനെ അത് എന്തുകൊണ്ടാ പറ്റാത്തത്? നല്ലതുപോലെ വായിക്കണം. ഇനിയിപ്പം ഉദ്ഘാടനങ്ങളൊക്കെ വരും, അപ്പൊ ഇരുന്ന് പ്രസംഗിക്കണം. ഉദ്ഘാടനത്തിന് എന്തിനാ പ്രസംഗിക്കണത്? അതുകൊണ്ട് മുറിച്ചാ മതി. ഏത് മുറിച്ചാ മതി? വാക്ക് പറയാൻ പറയും, 2 വാക്ക് പറയാൻ പറയും. അപ്പൊ എല്ലാവർക്കും നന്ദി എന്ന് പറയും. അത് കൊള്ളാം. അപ്പൊ ഇനി പ്രതിഷേധങ്ങള്, സമരങ്ങള്, അങ്ങനെ പല പല പഞ്ചായത്തിലെ മീറ്റിങ്ങുകള്, അതിനൊക്കെ പ്രസംഗിച്ചാ പറ്റൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നാളെ സത്യപ്രതിജ്ഞയാണല്ലോ. ഈ സത്യപ്രതിജ്ഞ ഇല്ലെങ്കിലും ഞാൻ മെമ്പറായി, അപ്പൊ സത്യപ്രതിജ്ഞക്ക് പോവാതിരുന്നാ കുഴപ്പമുണ്ടോ? സത്യപ്രതിജ്ഞ ഇല്ലെങ്കിലും ഞാൻ എങ്ങനെ മെമ്പറാവും? സത്യപ്രതിജ്ഞ ചെയ്താലേ പഞ്ചായത്തിൽ മെമ്പർ ആവത്തുള്ളൂ. ഇപ്പൊ ജനങ്ങളുടെ അംഗീകാരം വോട്ടായിട്ട് കിട്ടി നിങ്ങൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് അപ്പൊ എനിക്ക് മറ്റേ ചിക്കൻ ബോക്സ് വന്ന് കിടക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യും? ചിക്കൻ ബോക്സ് മാറി ചെല്ലുമ്പോ സത്യപ്രതിജ്ഞ ചെയ്യണം. പഞ്ചായത്ത് ലിസ്റ്റിൽ വരണമെന്നുണ്ടെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. ഇതങ്ങോട്ട് പറ. എടാ ഇത് ഞാൻ ആദ്യമായിട്ട് ഈ വാക്കൊക്കെ കേൾക്കണേ. ഇനി എത്രയോ വാക്കുകൾ കേൾക്കാൻ കിടക്കുന്നു. ആണോ? നീ ഒന്ന് വായിച്ചേ, ഇതൊന്ന് വായിച്ചേ. അവിടെ കയറി നിക്കണ പോലെ വായിക്കാം. വായിക്കേ. നിയമപ്രകാരം സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും അങ്ങനെ ഇങ്ങനെ പഠിച്ചാൽ മതി. ഇങ്ങനെ അക്ഷരത്തിൽ നോക്കി 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 ഓരോന്ന് പഠിച്ച ഒരു 5 പ്രാവശ്യം വായിക്കുമ്പോ ശരിയാവും. ഇന്നലെ അമ്മയെ എത്ര വട്ടം പഠിപ്പിച്ചെന്നറിയാമോ? എന്നിട്ട് അറിഞ്ഞൂടാന്ന് പറഞ്ഞു. ചെറുക്കനെ അടിക്കുന്ന എന്തിന്? വായിച്ച് പഠിക്കടി. ഇത് വായിച്ച് പഠിക്കേണ്ട കാര്യമില്ല. ഇത് ഫ്രണ്ടിൽ വെച്ചോണ്ട്, ആ പീഠത്തിൽ വെച്ചോണ്ട് വായിക്കാം. തെറ്റ് വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരു തയ്യാറെടുപ്പ് അത്രേ ഉള്ളൂ. അവിടെ ചെല്ലുമ്പോ ഇത് കാണാതെ പറയാൻ പറയത്തില്ല, വായിച്ചാ മതി. ചിലപ്പോ ഒരാൾ ഏറ്റു പറയും, പക്ഷെ ഒരാൾ മൈക്കിൽ കൂടെ പറയുന്ന ഏറ്റു പറഞ്ഞാലും മതി. പക്ഷെ നമ്മൾ തയ്യാറെടുത്ത് വേണം പോകാൻ. പറ. പഞ്ചായത്തിൽ എങ്ങനെ? പഞ്ചായത്ത് ഹാളിൽ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞു. മുഖമൊക്കെ നേരെ വെച്ച് അറിയാം. വേണം എനിക്ക് വേണം. ഇപ്പൊ കുഴപ്പമില്ല, നിങ്ങൾ 3 പേരല്ലേ ഉള്ളു. അവിടെ ചെല്ലുമ്പോ ആൾക്കാരുണ്ടാവും. പ്രതിനിധികൾ കാണും, പഞ്ചായത്തിലെ സെക്രട്ടറി സ്റ്റാഫുകൾ കാണും, പോലീസുകാർ കാണും, പ്രതിപക്ഷം കാണും, ചാനലുകാർ കാണും. ശരിയാവത്തില്ല. ഇതാ ഞാൻ പറയണത്. ഞാൻ അതിന് മത്സരിക്കണമൊന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞതാ. നിയമപ്രകാരം സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും പഞ്ചായത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ എന്റെ കടമകൾ വിശ്വസ്തയോടെയും മനസാക്ഷി പൂർവ്വവും നിർവഹിക്കുമെന്നും ഭരണഘടനയ്ക്കും നിയമത്തിനും അനുസൃതമായി എല്ലാത്തരം ആളുകൾക്കും ഭയമോ പക്ഷപാതമോ വാത്സല്യമോ വിദ്വേഷമോ ഇല്ലാതെ നീതി പുലർത്തുമെന്നും ഞാൻ തങ്കം ദൈവനാമത്തിൽ സത്യം ചെയ്യുന്നു. 2 പ്രാവശ്യം വായിക്കുമ്പോ ശരിയാവും. ഒന്നാമത്തെ പേര് കൊള്ളൂല. പേടി വേണ്ട. പേര് കൊള്ളൂലെന്ന്. തങ്കം. അമ്മയ്ക്ക് വേറെ നല്ല പേരൊന്നും കിട്ടിയില്ല. പൊന്നെ, നിന്നെ പ്രസവിച്ചിട്ടപ്പോ നിന്റെ രീതി അനുസരിച്ച് തങ്കം, എനിക്ക് അതാണ് അപ്പോഴിടാൻ തോന്നിയത്. നിന്റെ അച്ഛനെന്തൊരു നിർബന്ധമായിരുന്നെന്ന് അറിയാമോ? അപ്പോഴല്ലേ ഈ മൂശാട്ടയും ഇതും ഒക്കെ വേർവാക്കലേ കേട്. ഇനിയിപ്പോ പേര് മാറ്റാനൊന്നും പറ്റത്തില്ല. പേര് കളയാതിരിക്കണമെങ്കിൽ വൃത്തിയായിട്ട് ഇതവിടെ വായിച്ച് സത്യപ്രതിജ്ഞ ഇങ്ങോട്ട് കയറണം. വായിക്കണം കേട്ടോ. ഇതുകൊണ്ട് തീരുന്നില്ല. കല്യാണങ്ങൾ, സമരം, പ്രതിഷേധം, മന്ത്രിസഭായോഗം, അവലോകന കമ്മിറ്റി, പഞ്ചായത്ത് മീറ്റിംഗ്, പ്രതിപക്ഷത്തിനോട് ചാട്ടുളി പോലെ എന്തെല്ലാം കിടക്കും. 5 വർഷം കാണത്തില്ല. ചുമ്മാ മെമ്പർ ആയെന്ന് പറഞ്ഞാ പോരാ. ഇല്ലാതെ ജോലിയാണ്. സമാധാനിപ്പിക്കാൻ വന്നാണോ അതോ എന്നെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി? സമാധാനക്കേടിന് വന്നതല്ല. സമാധാനം വേണം എല്ലാത്തിനും. ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ധൈര്യം വേണം. അമ്മയുടെ വർത്താനം കേട്ടത് നമ്മ 5 കൊല്ലം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. മനുഷ്യനൊരു തന്റെ ഇതൊക്കെ വേണം. സായിപ്പിനെ കാണുമ്പോ കവാത്ത് പറക്കണ ആളെ അമ്മ മിണ്ടണ്ട.
തോറ്റ പാർട്ടിക്കാരെല്ലാം കൂടെ നിൽക്കുകയാണ് അവിടെ. നാളെയല്ലേ ഭാര്യയുടെ സത്യപ്രതിജ്ഞ? നാണക്കേട്. നിനക്കൊക്കെ എന്തോ നാണക്കേട്? എനിക്കല്ലേ നാണക്കേട്? 5 വർഷം മെമ്പറായിരുന്നിട്ട് സ്വന്തം ഭാര്യയെ പോലും ജയിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഗതികേടാണ്. ഇപ്പോഴാണ് വീട്ടിലും ചെന്ന് കയറാൻ പറ്റുന്നില്ല, ആബിദയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല. അതും വിഷമമില്ലായിരുന്നു, വേറെ ആരെങ്കിലും കൂടെയായിരുന്നു തോറ്റിരുന്നെങ്കിൽ. സാറേ, ഞാൻ വേണമെങ്കിൽ ചങ്ക് വരച്ചു തരാം. ഇപ്പം മനഃപൂർവ്വം നമ്മളൊന്നും ചെയ്തതല്ലല്ലോ. നമ്മൾ വിചാരിച്ച അവൾ നടന്നില്ല, കാര്യങ്ങളൊക്കെ തിരിഞ്ഞു മറിഞ്ഞു വന്ന് അവൾ മെമ്പറായി. എനിക്കിപ്പം പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. നിങ്ങളുടെയൊക്കെ വോട്ടുകൾ പാർട്ടിക്ക് തന്നെയാണോ കിട്ടിയെന്നുള്ളത്. എന്ത് വർത്താനം നീ പറയണത്? സാറേ, ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി മേലാൽ ഇമ്മാരത്തെ വർത്താനം പറയില്ല കേട്ടോ. എനിക്കിപ്പോൾ ആരെയും വിശ്വാസമില്ല അളിയ. അങ്ങനെയുള്ള അനുഭവങ്ങളല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാവില്ല. ശരി, മാറി നിൽക്കുന്നില്ല. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറ. ഇനി ഞാൻ തങ്കത്തിന് എന്താ ഡൈവേഴ്സ് ചെയ്യണോ? വേണമെങ്കിൽ ഞാൻ അതും ചെയ്യാം. പാർട്ടിയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ്. നിങ്ങൾ ആരും മാറി നിൽക്കാൻ വേണ്ട, ആരും ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ട. ഞാൻ എൻ്റെ വഴിക്ക് പോവാം. അല്ലേ നാളെ എപ്പോഴാണ് ഡൈവേഴ്സ്? അല്ല സത്യപ്രതിജ്ഞ. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, സത്യത്തിൽ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്ത്? നിന്റെ അമ്മായിയമ്മയ്ക്ക് പുറകിറങ്ങി. അതറിയാൻ പാടില്ല ക്ലീറ്റോന്റെ കാര്യം. ഞങ്ങളവിടെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും. ഒരു 5-8 പേർക്കുള്ള സീറ്റ് അവിടെ ഇട്ടേക്ക്. ഓ ശരി. ശരി ശരി ശരി. എന്നാ ശരി. വണ്ടി വിടുവോ അവര്? അത് നമ്മളങ്ങനെയാണോ? അത് ഞാൻ ചോദിച്ചില്ല. അത് പിന്നെ വിളിച്ച് ചോദിച്ചാൽ മതി. പിന്നെ സത്യപ്രതിജ്ഞ എടുക്കുന്ന വീഡിയോ ഞാൻ മൊബൈലിനകത്ത് ഫ്രണ്ട് ചെയ്യുന്നതിന് നീ ഒന്നും പിടിക്കണ്ട. അതെന്നാ? അതിനൊക്കെ ആളവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരെപ്പോഴാ നമുക്ക് സുനാട്ടി വരുന്നത്? ഇതാകുമ്പോൾ അന്നേരം കിട്ടൂടെ? പഞ്ചായത്തിൽ നിന്ന് അത് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ പാർട്ടിക്ക് എന്താണ്ടൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് കിട്ടുമ്പോ കിട്ടിയാ മതി. പക്ഷെ റോസ്മേരിയുടെ വിളിക്കണ്ടായിരുന്നു. റോസ്മേരി അമ്മച്ചിക്കണെന്ന് അവർക്കൊരു സന്തോഷം, ഭയങ്കര സന്തോഷത്തിലവിടെ വിളിക്കുന്ന. ഇപ്പം ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരേണ്ടി വരും. ഇതൊന്നും നിനക്ക് പറ്റേയില്ല. അതാ ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാം, അത് മതി. ആരും വരണ്ട, അതാ നല്ലത്. അതിന് ഓ എന്തിനാ പേടിക്കുന്നേ? ഇനി ലാത്തി ചാർജിന് വരെ പോകേണ്ട ആള് അവിടെ പേടിച്ചിരിക്കുന്നത്. അയ്യോ കൊള്ളാം. മെമ്പറേ പോടാ അവിടുന്ന്. മനുഷ്യന്റെ ചങ്കിലിപ്പം ഒരു മുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുഴുങ്ങി കിട്ടും അത്. അതാ എന്റെ അവസ്ഥ. നീ പൊയ്ക്കാനല്ല. ഞാൻ അന്നേ പറഞ്ഞതാ ഞാൻ ഇതിനൊന്നും നിക്കണില്ല. കഷ്ടകാലത്തിന് ജയിച്ചും പോയി. കഷ്ടകാലത്തിനാ ലോകത്ത് ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി എപ്പോഴാ പോകുന്നേ? എങ്ങനെയാ പോകുന്നേ? അവിടെ 9 മണിയാകുമ്പോ ചെല്ലണം. ഞാനതാ നമ്മൾ ഒരുമിച്ചാ വേണം. എല്ലാരും വേണം. നമുക്കൊരു 8:30 ആകുമ്പോ ഇറങ്ങിയാലോ? 1/2 മണിക്കൂർ മതിയല്ലോ. ദൈവമേ, അവിടെ ചെന്നിട്ട് ഇവരൊക്കെ പറയുന്നത് കുറെ ആൾക്കാരുണ്ടാവും. എല്ലാരും കാണൂലേ? എല്ലാ വാർഡിന്റെ ആൾക്കാരും കാണൂ. പോലീസുകാരും എല്ലാരും കാണും. ചാനല് എന്ത് വേഷം ഇട്ടുണ്ടാ പോണേ? സാരി അല്ലാതെ തന്നെ. അല്ല ഇതുവരെ എടുത്തോണ്ടൊരു സാരിയാണ് എടുക്കുന്നത്. അല്ലാതെ എനിക്ക് പുതിയ സാരി പറഞ്ഞില്ലല്ലോ നീ. പറഞ്ഞതിന് പറഞ്ഞ ഞാൻ സർപ്രൈസ് പൊട്ടത്തില്ല. അടിപൊളി. മെമ്പർക്ക് വോട്ടർ വക സമ്മാനം. വോട്ടറാ? മെമ്പർ വോട്ടർ. ഓ അങ്ങനെ അങ്ങനെ. സഹോദരൻ വീട്ടില്. പിന്നെ വേറെ കാര്യമുണ്ട്. ഇത് നല്ല വൃത്തിയായിട്ട് എടുത്തോണ്ട് വരുമെന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഇനി ഇല്ല ദിവസങ്ങളിലൊക്കെ ആളുകൾ പല കാര്യങ്ങൾ പറയാനായിട്ട് വരും, പല ആവശ്യങ്ങളൊക്കെ ആയിട്ട് വരും. ആ സമയത്തൊക്കെ മറ്റേ കൂറ ഇത് കുഴപ്പമില്ല, വേറെ നനഞ്ഞൊലിച്ചൊന്നും നിൽക്കരുത്. മുടിയെ വലിച്ച് ഉച്ചി വാരി കെട്ടിക്കൊണ്ട് നിൽക്കരുത്. നല്ല വൃത്തിക്കൊക്കെ നിൽക്കണം, മനസ്സിലായില്ലേ? അവിടെ പോയി എനിക്കറിഞ്ഞൂടാ. ഭ്രാന്തെടുത്ത് കിടക്കല്ലേ. ഞാൻ കൊറേ വിളിച്ചു, ഫോൺ എടുത്തില്ല. നടക്കുന്നില്ല അല്ലേ? എന്ത് ചെയ്യും ഇങ്ങനെ ആയാ? നമ്പർ അടിയോന്നെ
എടേ സ്വന്തം പാർട്ടിക്കാരെ തോപ്പിച്ചിരിക്കുകയല്ലേ. ഇപ്പം തോപ്പിച്ചാരാ? അൻസാറിൻ്റെ ഭാര്യ. അപ്പം അവൻ ഇങ്ങനെ പിണങ്ങി നിൽക്കുകയാണെന്നൊക്കെ അൻസാറും പാർട്ടിക്കാരെ കാണുമ്പോൾ അവനോടൊരു അനുകമ്പ തോന്നും. മനസ്സിലായില്ലേ? ഇതൊക്കെ അവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ. പക്ഷെ അച്ചമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്, അത് ശരിയാ. അത് ആർക്കാരും ഉണ്ടാവും. നീ ചെയ്യേണ്ട ഒരു കാര്യം, അവ ഇനി എന്ത് പറഞ്ഞാലും തിരിച്ച് തർക്കുത്തരം പറയരുത്. വായി കേറിയിരുന്ന് കിണ്ടും. ഉണ്ടായിരുന്നാ മതി. നമ്മുടെ ഭാഗത്ത് ചില തെറ്റുകളുണ്ട്. പിന്നെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില മിസ്റ്റേക്കുകൾ നമ്മുടെ ഭാഗത്തുണ്ട്. അതുകൊണ്ട് അവൻ എന്ത് പറഞ്ഞാലും ശരി, അവൻ എന്ത് തെറ്റ് ചെയ്താലും ശരി, അവൻ ശരി ചെയ്താലും ശരി. തങ്കം മെമ്പർ ഉണ്ടോ? തങ്കം മെമ്പർ ഒന്ന് കാണാൻ പറ്റുമോ? ഒരു വോട്ടറാണ്, ഒരു വോട്ടർ, ഒരു നിവേദനം കൊടുക്കാൻ ഒന്ന് കാണാൻ പറ്റുമോ? പോട്ടടാ, ഇനിയിപ്പോ സംഭവിച്ചു പോയി, മനഃപൂർവ്വം അല്ലല്ലോ. സംഭവിച്ചു പോയാലടാ, നീയൊക്കെ കൂടെ സംഭവിപ്പിച്ച എന്നെ. എടാ ഞാൻ പറയുന്ന നീ ഒന്നും പറയണ്ടടാ. അത് അയ്യോ, മെമ്പർ അവിടെ ഉണ്ടായിരുന്നാ, പാവ വോട്ടറാണ്, നിവേദനം തരാൻ വന്നേളൂ. ഇതെന്ത് കോലമാണ് ക്ലീറ്റോ? എനിക്ക് ഞാൻ എന്ത് കോലായിരുന്നു നിനക്കെന്നറി ചൂടേ. ഇത് കണ്ട നാണക്കേട് കൊണ്ടാ, അല്ലാതെ മഴ തന്നെയല്ല. ആളുകളുടെ മുമ്പിൽ ഞാൻ അന്ന് മോശക്കാരനായെന്നറിയോ? ഇത് ഇനിയിപ്പോ നാളെ എന്താണെന്നുള്ള ആലോചിക്കലയാ. നാളെ സത്യപ്രതിജ്ഞയല്ലേ? നാളെ സത്യപ്രതിജ്ഞ തോറ്റ പാർട്ടിയുടെ ആളിന് അവിടെ എന്ത് കാര്യം? പക്ഷേ നീ എന്നെ എൻ്റെ ചങ്കി കുത്തിയിട്ടാണ് നീ അവിടെ പോയി കയറിക്കണെന്നുള്ളത് ഓർത്തോ തങ്കം? നിന്റെ ഭാര്യയല്ലേടാ അവള്? എന്റെ ഭാര്യയെ. അങ്ങനെയാണെങ്കിൽ അവളിത് ചെയ്യോ? നീ കരുതി കൂട്ടി എന്നെ എല്ലാവരും കൂടെ ചെയ്യിച്ചാണ്. അതില്ല എന്നെ ക്ലീറ്റോ ഇങ്ങ് വന്നേ. എന്റെ രാഷ്ട്രീയ ഭാവി പോയി. ക്ലീറ്റോ ഒന്ന് കുടിച്ചിട്ട് ഭയങ്കര ഓവറാ. അതാ ഇങ്ങ് വാ. നിനക്കിപ്പോ ഞാൻ ഓവറാണെന്ന് തോന്നൂടി. നിനക്കിപ്പോ തോന്നും ഞാൻ ഓവറാണെന്ന്. കാരണം നിനക്ക് സ്ഥാനം കിട്ടിയല്ലോ. പിന്നെ ഞാൻ ഓവറാ, നിനക്ക് ഞാൻ ഓവറാ, എല്ലാവർക്കും ഞാൻ ഓവറാ. അങ്ങനെയൊന്നും ഇല്ലളിയാ. നീ പോയി കിടക്കാൻ നോക്കി നന്നായിട്ട് കുളിച്ചിട്ട് കിടക്കും. എനിക്ക് ഈ പടി ചവിട്ടാൻ പോലും മനസ്സ് അനുവദിക്കില്ല. നിന്നോട് 2 വാക്ക് പറയുന്നതുകൊണ്ട് വന്നോ. വാ എന്റെ ക്ലീറ്റോ ഇങ്ങ് വാ. നമുക്ക് നാളെ ഒരുമിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് പോവാം. സത്യപ്രതിജ്ഞ എന്റെ പട്ടി വരുന്നു. എന്റെ സത്യപ്രതിജ്ഞ നമുക്ക് ഇവിടെ കിടക്കടാ. നീ പോടാ. എന്തായാലും എന്നെ പിടിക്കാൻ നിൽക്കണ. എന്നെ പിടിച്ച് നീ എന്നെ പാതാളത്തിൽ താഴ്ത്തണം നിനക്ക്. വാ. എന്റെ കൊച്ചിറക്കം ഇവിടെ ആയിപ്പോയി. എന്റെ പൊടിക്ക എന്നെ ആരും നീ സ്നേഹിക്കണ്ട, മതി. എന്നോടൊരല്പം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്നോട് ഇതൊന്നും ആരും ചെയ്യില്ല. എന്റെ മനഃപൂർവ്വം പ്ലാനിങ് എന്നെ തുടരല്ലേ. നിന്റെ പ്ലാനിങ് ഇത് മരിച്ചാലും ഞാൻ മറക്കൂലടാ. ഇത് ക്ലീറ്റോ ഞാൻ ചായ എടുത്തു തരാം. ക്ലീറ്റോ ഞാൻ ഇറങ്ങിക്കോട്ടെ എന്നാ. ക്ലീറ്റോ അങ്ങോട്ട് വരൂലേ? സത്യപ്രതിജ്ഞ നടക്കുന്നിടത്തോട്ട് എന്തെങ്കിലും ഒന്ന് പറ ക്ലീറ്റോ. ഇത് ആരോടെ ഈ വാശി? നിങ്ങൾ ഇത്ര നാള് നാട് നീളം നടന്നിട്ട് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊരു നല്ലത് വന്നപ്പോ ഞാൻ എന്തെങ്കിലും മുടക്കം പറഞ്ഞിട്ടുണ്ടോ? കൊറേ കഷ്ടമാണ് ക്ലീറ്റോ. ഞാൻ മനഃപൂർവ്വം എല്ലാ വീട്ടിലും നടന്ന് പറഞ്ഞോ എന്നെ ജയിപ്പിക്കുന്നു? ഇല്ലല്ലോ.
എത്ര ദിവസമായി ഇങ്ങനെ മുഖം കുത്തിവീർത്തോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? അതങ്ങനെ സ്നേഹം വേണം, എന്നാലേ അതൊക്കെ ഉണ്ടാവുള്ളൂ. റെഡിയാടി? ഞാൻ പോണില്ല. ഇത് നോക്കിയേ, ഒരക്ഷരം മിണ്ടണില്ല. വരൂലെന്ന് ചോദിച്ചിട്ട്. ആങ്ങളെയും പെങ്ങളെയും കൂടെ എന്റെ ലൈഫാണ് ഇല്ലാതാക്കിക്കണത്, എന്റെ ജീവിതം. ഞാൻ പോണില്ല. ഞാൻ പോവാണ്. അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ഇത് എന്റെ വീടാണ്, ഇവിടെ കിടന്ന് ചിലക്കല്ലോ. നല്ല കാര്യത്തിന് പറഞ്ഞാലെയാണ്. നല്ല കാര്യം നിങ്ങൾക്ക്, പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും കെട്ട കാര്യമാണ് ഇത്. എടാ, അവളുടെ ജീവിതത്തിൽ ആകെ കൂടി ഉണ്ടായ ഒരു സന്തോഷമാണ്, അതിന് കൂടെ വെക്കണ്ടേ നമ്മള്? ഞാനിത് അവസാനം ചോദിക്കണം, നീ വരുന്നില്ലേ? എനിക്ക് സൗകര്യമില്ല, എന്റെ പട്ടി വരുവാണ്. നീ വന്നില്ല വെച്ച് കുഴപ്പമൊന്നുമില്ല, ആകാശം ഇടിഞ്ഞ് വീഴൊന്നുമില്ല. ഇല്ല, വീഴൂല, എനിക്കറിയാം. നിങ്ങൾ പോയി ആഘോഷിച്ചോ, സന്തോഷിച്ചോ. ഇനി ഞാൻ പറഞ്ഞു എന്താ അത്ര നിർബന്ധം? ഒരു കുടുംബത്തിലൊരു നല്ല കാര്യം വരുമ്പോൾ നീ വരുന്നില്ലല്ലേ? വേണ്ട, ഞാൻ പറഞ്ഞു നല്ല കാര്യം നിങ്ങൾക്ക്. ഓക്കെയോ? നീ വരുന്നടാ. ഞാൻ വരാം. അല്ല, ഞാനേ ഒരു വണ്ടി, അത് നീ പൊക്കോടാ, എന്റെ മുമ്പ് നീ അഭിനയിക്കണ്ട. എനിക്ക് ആരും വേണ്ട, എനിക്ക് എന്റെ പ്രസ്ഥാനമുണ്ട്, എന്റെ പ്രസ്ഥാനം. ഇല്ല, ഞാൻ പോകത്തില്ല. നീ പോടാ. ഇല്ല, ഞാൻ പോകത്തില്ല. ചോറ് ഇവിടെ കൂടെ ഇവിടെ എനിക്കറിയാം. ഇല്ല, ഞാൻ പോകുന്നില്ല, പോകത്തില്ല. ഞാനും കൂടെ എന്നെ ഇത്രയൊന്നും ആക്കിയത് പോരാ. ഇനി എന്നെ കൊണ്ട് അവനും അവക്കും എന്നെ ഫോൺ എടുക്കാത്തത്? ഞാൻ ഇന്നത്തെ ദിവസം ആര് വിളിച്ചാലും ഫോൺ എടുക്കില്ല എന്നുള്ള പ്രതിജ്ഞയില്ല. പ്രതിജ്ഞ? ഞാൻ പ്രതിജ്ഞയൊക്കെ പറയാനാണ് വന്നത്. എന്ത് പ്രതിജ്ഞ? സത്യപ്രതിജ്ഞ. സത്യപ്രതിജ്ഞയ്ക്ക് എന്ത് കുഴപ്പം? പോണ്ടേ സത്യപ്രതിജ്ഞയ്ക്ക്? നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ നാരായ? സത്യപ്രതിജ്ഞയ്ക്ക് പോകാനാ? സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ നമ്മുടെ ആരെങ്കിലും അവിടെ സ്ഥാനാർത്ഥി ആരെങ്കിലും ജയിച്ചോ? ആരും മെമ്പറായിട്ടില്ലല്ലോ, പിന്നെ എന്തുണ്ടാക്കാനും നമ്മളവിടെ പോകണം. മാത്രമല്ല, പാർട്ടിയുടെ പ്രത്യേക തീരുമാനമാണ് ആ പരിസരത്ത് പോലും നമ്മൾ പോലും ബഹിഷ്കരിക്കുക എന്നുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് പോകണം പോലും. രണ്ടാം വാർഡിൽ ജയിച്ച സുജിത എന്റെ കുഞ്ഞമ്മര മോളാണ്, എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ പറ്റോട്ടെ? പോണത് കൊള്ളാം, അതുവഴി അങ്ങ് പൊക്കോളണം. പിന്നെ DDT പാർട്ടിയിൽ കാല് കുത്താമെന്ന് വിചാരിക്കരുത്. പാർട്ടിയുടെ തീരുമാനം അന്തിമമാണ്. നാണമില്ലടാ നിനക്ക്. സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ പോകണം. നമ്മൾ ബഹിഷ്കരിക്കുന്നു പറഞ്ഞാൽ ബഹിഷ്കരിക്കുന്നു, അത്ര തന്നെ. ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണം, നീ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. സത്യപ്രതിജ്ഞ കാണാൻ വേണം, സത്യപ്രതിജ്ഞ. അല്ല, കാറിന്റെ അപ്പുറത്തോട്ട് ചവിട്ടിക്കോ, ഇവിടെ ചവിട്ടിക്കോ, ഇവിടെ അങ്ങോട്ട് ഇവിടെ ഒതുക്കി ഓർത്തു, ഇവിടെ ഒതുക്കി ഓർത്തു. ടൗൺ ഹാളിൽ ഇറങ്ങുന്നല്ലോ ചേട്ടാ പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇറങ്ങുന്നത്? ടൗൺ ഹാൾ പെട്ടെന്ന് ഇടിഞ്ഞു വീണു. ഞാൻ എവിടെ ഇറങ്ങി? നിനക്കെന്തറേ പൈസ കിട്ടിയാ പോരെ? അങ്ങനല്ലോ ആദ്യം പറഞ്ഞത്. എനിക്ക് സൗകര്യം ഇറങ്ങും. നീ പൈസ കൊണ്ട് പോകാൻ നോക്ക. നീ പോ എടുത്തു. കിടന്നിന് ഉറക്കം വരുന്നില്ലല്ലേ? എനിക്കും ഏതാ പേടിക്കണ. ഏതായാലും ഇവിടെ കണ്ട കാര്യം ഞാൻ ആരോടും പറയില്ല. അകത്ത് ഭയങ്കര തിരക്കാണ്. നമുക്ക് പുറകിലത്തെ ലൈനിൽ പോയിരിക്കാം, അപ്പൊ നമ്മുടെ ആരും തിരിച്ചറിയില്ല.
മഴയാണമ്മ വേഗം ഇറങ്ങി മഴ മഴ ഓടി 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 നിങ്ങൾ വാ. അങ്ങനെ കയറി ശരി സന്തോഷം കയറി കയറി മഴയമ്മ കയറി കയറി ഉള്ള കാര്യം പറയാനല്ലേ പരിപാടി ഗംഭീരമായിരുന്നു. ഇതൊരു തിരക്കെന്നറിയാമോ? അളി വരേണ്ടായിരുന്നു. എൻ്റെ പട്ടി വരും ഇവിടെ. നീ വന്നില്ലെങ്കിൽ അവിടെ ഒരു പട്ടി വന്നായിരുന്നു. പട്ടി വന്ന് പട്ടിയുടെ പടം മൊത്തം അവിടെ CCTV പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പട്ടി ഒരു മങ്കി കാപ്പ് വെച്ചു. എവിടെ നിന്ന് പഠിച്ചില്ലേ അത്? സോഷ്യൽ മീഡിയയിലൊക്കെ വരും ഇനിയിപ്പോൾ.